ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്കൊരു കത്തയക്കാനായിട്ട് പോവാണ് ഗൈസ്. നിങ്ങൾ കേട്ടാൽ ശരിയാണ്. അപ്പം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇതാണ്. എന്താണ് എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കത്തയക്കുന്ന ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ ചുമ്മാ തപ്പി നോക്കി. ഇപ്പോൾ എനിക്കൊരു അഡ്രസ്സ് കിട്ടി. മമ്മൂക്കയുടെ തന്നെ ആണോ എന്നറിയത്തില്ല. അങ്ങനെ കിടക്കുന്ന എറണാകുളം ഒരു അഡ്രസ്സ് വന്നിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ചുമ്മാ മമ്മൂട്ടിക്ക് കത്തയക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് മമ്മൂട്ടിയിലേക്ക് എത്തുന്ന വരെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ, എല്ലാവരും ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഒരു പഴമയിലേക്ക് നമ്മൾ പിടിച്ചു എന്ന് മാത്രം. അപ്പോൾ ആക്ച്വലി ഇനി കത്ത് എഴുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മമ്മൂട്ടിയിലേക്ക് എത്തുന്നവരെ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്ത കത്ത്. അതായത് ഞാൻ വലിയ ഫാനാണ്, അതുപോലെ എനിക്കൊരു സിനിമയിൽ ഒരു ചെറിയ അവസരം തരുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കത്തിനകത്ത് രേഖപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ആ മമ്മൂട്ടിയുടെ സിനിമയെ പറ്റി ഒക്കെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഈ അഡ്രസ്സിലാണ് നമ്മൾ കത്ത് കിട്ടിയത്. അപ്പോൾ ഇതിനകത്തോട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയ ഒരു അഡ്രസ്സാണ്. അങ്ങനെ നമുക്ക് തോന്നിയൊരു ഐഡിയ ആണിത് ഗൈസ്. അപ്പം നമ്മൾ കത്താണെങ്കിൽ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്, നമ്മൾ അയച്ചത്. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കുക. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാമേ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ലെറ്റർ. അങ്ങനെ മമ്മൂട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എഴുതി. ഇനിയാണെങ്കിൽ നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിലോട്ട് പോകാം. ഭയങ്കര മഴയാണ് ഗൈസ്. ഇതുപോലെ ഞാൻ കുടയൊക്കെ ചൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പം നമ്മളാണെങ്കിൽ കത്തയക്കുക. എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മമ്മൂട്ടിയിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കത്തിച്ചു.